അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു തആല പരിപൂർണമായി ശിഫയാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന രോഗികൾക്ക് അല്ലാഹു തആല ആജിലും കാമിലുമായ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ജോലിയില്ലാതെ പ്രയാസത്തിലായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലിയിൽ അല്ലാഹു തആല ഹൈറും ബറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ. കടക്കണിയിൽ കുടുങ്ങിക്കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് അവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. കമന്റിലൂടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട്. ആവലാതിയും വേവലാതിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ക്ലാസ് കേട്ടിരുന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ കാണിക്കുന്ന നല്ല മനസ്സുടമകളായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. പ്രത്യേകമായി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ചെയ്യുക. കമൻറ്റ് എഴുതി അയക്കുക. അൽഹംദുലില്ലാഹ് എന്ന് കമൻറ്റ് എഴുതി അയക്കുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആരും മടി കാണിക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ പേരിൽ വോയിസ് ഓഫ് ജരീദ് ആർമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടാൻ താല്പര്യമുള്ള ആളുകൾ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്പർ ഞാൻ മേലെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ. പരമാവധി എല്ലാ ആളുകളും അതിലൊക്കെ ജോയിൻ ചെയ്യുക. ഒരുപാട് നല്ല അറിവുകൾ ദിവസവും അതിൽ അറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അറിവുകൾ പറയുവാനും കേൾക്കുവാനും അതിലുപരി നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കൊണ്ടു നടക്കുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. നാളെയാണല്ലോ ബറാഅത്ത് രാവ്. നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ നാളെയാണ് ബറാഅത്ത് രാവ്. ഏകദേശം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നാളെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ബറാഅത്ത് രാവിൽ നാം ചെയ്യേണ്ട കുറച്ച് സംഗതികൾ, ഇൻഷാ അല്ലാഹ് ചൊല്ലേണ്ട ദിക്ർ ദുആകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ പ്രയാസത്തിലാണ്. അശുദ്ധിയുള്ള സഹോദരിമാരൊക്കെ വിചാരിക്കും, ഇത്രയും മഹത്വമുള്ള രാവ് കിട്ടിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ആവലാതിയും വേവലാതിയുമുള്ള സഹോദരിമാരുണ്ട്. പലരും ചോദിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ ചൊല്ലാൻ പറ്റിയ ദിക്റുകളും, ഇൻഷാ അല്ലാഹ് ഖുർആൻ ഒഴിച്ച് ബാക്കിയൊക്കെ അവർക്ക് ചൊല്ലാമല്ലോ, അതിന് പറ്റിയ ദിക്റുകളും ഇൻഷാ അല്ലാഹ് പറയാം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. ഇന്നത്തെ രാത്രിയും നാളെ പകലും മുഴുവനായി ചൊല്ലേണ്ട ഒരു ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ്. അത് പരമാവധി നമ്മൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ നാളത്തെ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല നമ്മളിൽ സ്വീകരിക്കും. യാതൊരുവിധ സംശയവുമില്ല. കാരണം അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ മഹത്തായ ഒരു ഇസ്തിഗ്ഫാറാണ് അത്. ഇസ്തിഗ്ഫാർ പലതരത്തിലുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാറാണ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ വീടിൻ്റെ അവസാനത്തിൽ പറയും. എല്ലാ ആളുകളും അത് ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി അതെല്ലാ ആളുകളും ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ബറാഅത്ത് രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമുക്കൊക്കെ അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത് പല രൂപത്തിലാണ്, അല്ലേ? നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹുവിലേക്ക് ഉയർത്തുന്നത് പല രൂപത്തിലായിട്ടാണ്. മഹത്തുകമെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. എല്ലാ ദിവസവും രാവിലെയും നമ്മുടെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും, വൈകുന്നേരവും അല്ലാഹുവിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും. എന്നാൽ ഒരു ഹദീസിൽ കാണാം,
മറ്റൊരു രൂപമായി പറയുന്നത് ആഴ്ചക്കണക്കിൽ നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ച രാവിലും അതുപോലെ വ്യാഴാഴ്ച രാവിലുമാണ്. തിങ്കളാഴ്ച രാവിലും വ്യാഴാഴ്ച രാവിലും നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും. അതുപോലെ വർഷക്കണക്കിന് കൊല്ലക്കണക്കിന് നമ്മെ പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ രൂപമായി പഠിപ്പിക്കുന്നത്, ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് അല്ലേ, ഷഅബാനിലെ സുന്ദരമായ ഒരു രാവ്, ബറാഅത്ത് രാവ് എന്ന് പറയുന്ന ശഅബാൻ 14 രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. എന്നാൽ നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടേണ്ടത് നല്ല അമലുകളായിട്ട്, മഹത്തൊക്കെ പറയുന്നുണ്ട്, അബിയദുൽ അഅ്മാൽ, വെളുത്ത അമലുകളായിട്ട് അള്ളാഹുലേക്ക് ഉയർത്തപ്പെടണം. ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ആളുകളാണെങ്കിൽ, പാപമോചനം തേടുന്ന ആളുകളാണെങ്കിൽ അവരുടെയൊക്കെ അമലുകളെ അള്ളാഹു താലയിലേക്ക് ഉയർത്തുന്നത് അബിയദുൽ അഅ്മാൽ, വെളുത്ത അമലുകളായിട്ടാണ് അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുക എന്നാണ്. എന്നാൽ കുറച്ച് മാത്രം ചുരുങ്ങിയ രൂപത്തിൽ വളരെ കുറവ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകളാണെങ്കിൽ അവരുടെ അമലുകളെ അള്ളാഹു താലയിലേക്ക് ഉയർത്തുന്നത് അസ്വദുൽ അഅ്മാൽ, കറുത്ത അമലുകളായിട്ടാണ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്നാണ് മഹത്തുക്കമെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു താല വെളുത്ത അമലുകളായി അബിയദുൽ അഅ്മാലായിട്ട് അള്ളാഹു സ്വീകരിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനാം ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണം. അതിന് പറ്റിയ സുന്ദരമായ ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ബറാഅത്ത് രാവ് നാളെ നമ്മളിലേക്ക് കടന്നു വരികയാണ് അല്ലേ. ഈ ബറാഅത്ത് രാവിന് മഹത്തുക്കൾ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. ബറാഅത്തും മിനൽ അദാബ്, ബറാഅത്തും മിനൻ നാർ, ബറാഅത്തും മിനൻ നിഫാഖ്, അതുപോലെ ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ ഇജാബ എന്നൊക്കെ പേരുകളുണ്ട്. എന്താണ് ബറാഅത്തുൻ മിനൽ അദാബ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ കഠോരമായ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു താലമ്മെ ഒഴിവാക്കുന്ന രാത്രി എന്നാണ് അതിൻ്റെ പേര്. രണ്ടാമത് പഠിപ്പിക്കുന്നത് ബറാഅത്തും മിനൻ നാർ, നരകത്തിൽ നിന്ന്, കത്തിയാളുന്ന കുണ്ടാരത്തിൻ്റെ നരകത്തിൽ നിന്ന്, കറുത്തിരുണ്ട് കിടക്കുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് അള്ളാഹു താല നമ്മളെ ഒഴിവാക്കുന്ന രാത്രി എന്നാണ്. മൂന്നാമതായി പറഞ്ഞത് ബറാഅത്തും മിനൻ നിഫാഖ്, കപട വിശ്വാസത്തിൽ നിന്ന്, അഥവാ നമ്മുടെ വിശ്വാസമൊക്കെ ഇല്ലാതെയായി പോകുന്ന, വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നതിനെ തൊട്ട് ഒഴിവാക്കുന്ന രാത്രി എന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. അതുപോലെ ലൈലത്തുൽ ബറാഅ, എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കുന്ന രാത്രി, നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല കണക്കാക്കി നിശ്ചയിക്കുന്ന രാത്രി, ഇതൊക്കെയാണ് ഈ പേര്. അതുപോലെ തന്നെ മറ്റൊരു പേര് ലൈലത്തുൽ ഇജാബ എന്ന് പറഞ്ഞാൽ ഈ രാത്രിയിൽ അള്ളാഹുവിലേക്ക് അടുത്ത് നാം എന്ത് ചോദിച്ചാലും അള്ളാഹു തആല നമുക്ക് നൽകുമെന്നാണ്, ഇജാബത്തുണ്ട് എന്നാണ്. നാം ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും അള്ളാഹു തആല ഇജാബത്ത് നൽകുന്ന ഒരു രാത്രിയാണ് ബറാഅത്ത് രാത്രി എന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ രാത്രിക്ക് ലൈലത്തുൽ ഇജാബ, ദുആക്ക് ഇജാബത്തുള്ള രാത്രി എന്ന് പേരിട്ടിട്ടുള്ളത് മഹത്തുക്കൾ. അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട്, എന്തെല്ലാം ആവശ്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രത്യേകമായി നാളത്തെ രാത്രി എല്ലാ ആളുകളും അത് മുതലാക്കണം. കാരണം ദുആക്ക് ഇജാബത്തുള്ള രാത്രി. കാരണം അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ റഹ്മത്തുകൾ, കോടാനക്കോ റഹ്മത്തുകൾ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കുന്ന രാത്രിയാണ് ബറാഅത്ത് രാത്രി. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഒന്നാം ആകാശത്ത് വന്നുകൊണ്ട് അവൻ ചോദിക്കുമെന്നാണ്, എന്നോട് ചോദിക്കുന്നവർ ആരാണുള്ളത് അവനക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നാണ്. അതുകൊണ്ട് തന്നെ നാം ആ രാത്രി പാഴാക്കി കളയാതെ, നമുക്കൊരുപാട് കാര്യങ്ങൾ ചോദിക്കാനില്ലേ. കുറേ സഹോദരന്മാർ പറയാറുണ്ട്, ഉസ്താദെ ഗൾഫിലേക്ക് ഭർത്താവിനടുക്കലേക്ക് പോവാൻ പ്രത്യേകം നാളത്തെ രാത്രി നിങ്ങൾ ദുആ ചെയ്തോളി, ഉറപ്പായും അതിന് ഫലം കാണും. അതുപോലെ വിവാഹം ശരിയാവാത്ത ആളുകൾ ദുആ ചെയ്യണം പടച്ചറബിനോട് നാളെ ജോലിക്ക് വേണ്ടി. അതുപോലെ വാഹനം വേണ്ടവർ, വീട് വേണ്ടവർ, എല്ലാ കാര്യങ്ങൾക്കും നാളെ പടച്ചറബിനോട് ചോദിച്ചാൽ നാളെ ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. ആരും പാഴാക്കരുത്. എല്ലാ ആളുകളും ഈ രാവിനെ പരമാവധി, കഴിവിൻ്റെ പരമാവധി മുതലാക്കാൻ നോക്കണം. ഇജാബത്തുള്ള രാത്രിയാണ്.
അമലുകൾ ചെയ്തുകൊണ്ട് മുതലാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുലേക്ക് നല്ല അമലുകളായി അള്ളാഹു തആല സ്വീകരിക്കണം. അതിന് അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യണം. ആരും പാഴാക്കി കളയരുത്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകം പറയാനുള്ളത്, നാളത്തെ രാത്രി അഥവാ ബറാഅത്തിൻ്റെ രാവിൽ 3 യാസീൻ ഓതണം. പ്രത്യേകം മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പലരും ചോദിക്കാൻ ഇതിനൊക്കെ തെളിവുണ്ടോ എന്ന്. 3 യാസീനൊക്കെ ഓതുന്നുണ്ടല്ലോ, അതിനൊക്കെ തെളിവുണ്ടോ? തെളിവുണ്ട്. നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് 3 യാസീൻ ഓതണമെന്ന്. ഒന്നാമത്തെ യാസീൻ നാം ഓതുന്നത് ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ. ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബറാഅത്ത് രാവിൻ്റെ മഹത്വം 15 മഹത്വങ്ങൾ പറഞ്ഞെടുത്ത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഓതണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മഹത്തുക്കളായ മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതാണ്. ഒന്നാമത് നാം ഓതുന്ന യാസീൻ നമ്മുടെ ആയുസ്സിൽ വർധനവുണ്ടാവാൻ, ആയുസ് ബറക്കത്തുണ്ടാവാൻ. നമുക്ക് ആയുസ് വേണമല്ലോ. കുറേ കാലം ജീവിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. കുറച്ചാണ് ജീവിച്ചെങ്കിലും കുറേ കാലം ജീവിച്ചതിൻ്റെ മേനി അതിലുണ്ടാവണം. അങ്ങനെ വരുമ്പോഴാണ് ആയുസ്സിൽ ബറക്കത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒന്നാമത്തെ യാസീൻ നാം ഓതുന്നത് പ്രത്യേക നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതുകയും വേണം പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ യാസീൻ നാം ഓതുന്നത് നമ്മുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ യാസീൻ നമ്മോട് മഹത്തുക്കൾ ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് റിസ്ക്കിൽ വിശാലത ഉണ്ടാവാൻ വേണ്ടി. റിസ്ക് എന്ന് പറയുമ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, ചോറ് മാത്രമല്ല, വാഹനം, ജോലി, വീട് തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, കൃഷിയാവട്ടെ, നാം ചെയ്യുന്ന മേഖലകൾ എന്തൊക്കെ, എല്ലാം നമ്മുടെ റിസ്ക്കാണ്. ഈ റിസ്ക്കിൽ വിശാലത ഉണ്ടാവണം. അതിനുവേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. അതിനുള്ള രാത്രിയാണ് നാളത്തെ ബറാഅത്തിൻ്റെ രാവ്. രണ്ടാമത്തെ യാസീൻ റിസ്ക്കിൽ വിശാലത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മഹത്തുക്കളെ പഠിപ്പിച്ചത്. അപ്പോൾ റിസ്ക്കിൽ വിശാലത ഉണ്ടാവണ റബ്ബേ എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ യാസീനെ ഓതേണ്ടത്. മൂന്നാമത്തെ യാസീൻ മഹത്തുക്കളായ ഉലമാക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടാൻ, അന്തിമം നന്നായി കിട്ടാൻ, അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമല്ലോ, ആ പോകുന്ന സമയത്ത് നന്നായി മരിക്കാൻ, മരണം നന്നായിക്കൊണ്ട് മരിച്ചു പോവാൻ, നമ്മളിൽ മമ്മറഞ്ഞു പോയ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസീൻ നാം ഓതുന്നത്. ഈ 3 നിയ്യത്തുകളും ഓരോ യാസീൻ ഓതുമ്പോഴും ഞാൻ വെച്ചിട്ട് വേണം ഓതാൻ. അള്ളാഹു അത് എന്ത് നിയ്യത്താണോ ഞാൻ വെച്ചുകൊണ്ട് ഓതുന്നെങ്കിൽ അള്ളാഹു തആല നമുക്ക് സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും പാഴാവുകയില്ല. കാരണം മുൻകാല പ്രവാചകന്മാരൊക്കെ പ്രവാചകനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ പെട്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചത്, അതിന് കാരണം പറയുന്നത് ഈ ബറാഅത്ത് രാവാണെന്നാണ്. ഇത്രയും മഹത്വമേറിയ രാവുകളൊക്കെ അല്ലാഹു തആല കൊടുത്തതുകൊണ്ടാണ് എന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് എന്ന, റസൂലുള്ളാഹിൻ്റെ നബി തങ്ങളുടെ സമുദായത്തിൽ പെട്ടെങ്കിൽ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് എന്ന. പക്ഷേ അവർ മറ്റൊരു പ്രവാചകനാണല്ലോ, അവർക്ക് വേറെ ശരഈയായ നിയമങ്ങൾ, അവർക്ക് വേറെ ശരീഅത്തുണ്ട്. പക്ഷേ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവസാനം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതുമാവട്ടെ, അപ്പം അതുകൊണ്ട് അത്രയും മഹത്തായ ഒരു രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആരും പാഴാക്കി കളയരുത്. ഇനി ചില ആളുകൾക്കുള്ള സംശയമാണ്, ഈ 3 യാസീൻ എപ്പോഴാണ് ഉസ്താദെ ഓതേണ്ടത്? കുറേ ആളുകൾ ചോദിച്ചു, എപ്പോഴാണ് ഓതേണ്ടത്? അസറിന് ശേഷമാണ് ഓതേണ്ടത്, അതല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമാണ് ഓതേണ്ടത് എന്ന്. മഗ്‌രിബിന് ശേഷം തന്നെയാണ് ഓതേണ്ടത്. അസറിന് ശേഷം ഓതാം എന്ന് ചില ഉലമാക്കളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ഉത്തമമായത് മഗ്‌രിബിന് ശേഷം തന്നെയാണ്. ചില ആളുകൾ പറയും, ഉസ്താദെ മഗ്‌രിബിന് ശേഷം കുറച്ച് ഓതാനൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് യാസീൻ ഓതുമ്പോൾ ഇശാ ബാങ്ക് കൊടുത്താലോ എന്ന്. കുഴപ്പമില്ല, ഒരു യാസീൻ ഓതി, അത് കഴിഞ്ഞ് രണ്ടാമത്തെ യാസീൻ ഓതുമ്പോഴേക്കും ഇശാ ബാങ്ക് കൊടുത്തു. എന്നാൽ ആ ബാങ്കിനുള്ള ഇജാബത്തൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ യാസീൻ, മൂന്നാമത്തെ യാസീൻ ഓതി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓതൽ നല്ലത് മഗ്‌രിബിന് ശേഷം തന്നെയാണ്. എല്ലാ ആളുകളും മനസ്സിലാക്കി വെക്കുക. ശേഷം ഓതാൻ കുഴപ്പമില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. നല്ലത് മഗ്‌രിബിന് ശേഷം തന്നെയാണ്. ഇനി എപ്പോഴാണ് ബറാഅത്ത് രാവ്? അതിലും ചില ആളുകൾക്ക് സംശയമുണ്ട്. നമുക്ക് നാളെ കേരളത്തിൽ തിങ്കളാഴ്ച അഥവാ ഫെബ്രുവരി 2-ാം തീയതി മഗ്‌രിബോട് കൂടെ രാവ്, ബറാഅത്ത് രാവ് നമുക്ക് തുടങ്ങുകയാണ്. അതിൻ്റെ നോമ്പ് ഷഅബാൻ 15-ൻ്റെ നോമ്പ് 15-നാണ്, അഥവാ ചൊവ്വാഴ്ച ഫെബ്രുവരി 3-ാം തീയതി. അതുപോലെ തന്നെ ഗൾഫ് കൺട്രികളിലേക്ക്
ഏകദേശം സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോഴും പറഞ്ഞിട്ടുള്ളത് നാളെ തന്നെയാണ്, അഥവാ തിങ്കളാഴ്ച ബറാഅത്ത് രാവും ചൊവ്വാഴ്ചയാണ് നോമ്പ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നിയ്യത്ത് വെക്കേണ്ടത്, നോമ്പിൻ്റെ നിയ്യത്ത് നാം വെക്കേണ്ടത് എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. ഷഅബാൻ 15 സുന്നത്ത് നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്ന് വെക്കാം. അല്ലെങ്കിൽ ബറാഅത്ത് സുന്നത്ത് നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്ന് പ്രത്യേകമായി നിയ്യത്ത് വെക്കണം. ഇനി തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന ആളുകളുണ്ടാവും, നാളെ ബറാഅത്ത് രാവാണല്ലോ, തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കുറേ ആളുകൾ നമ്മോട് ചോദിച്ചിരുന്നു, സാറേ തിങ്കളാഴ്ച സാധാരണ നോമ്പെടുക്കുന്നുണ്ട്, അതുകൊണ്ട് ബറാഅത്ത് രാവല്ലേ വല്ല കുഴപ്പമുണ്ടോന്ന്? ഒരു കുഴപ്പമില്ല, നോമ്പ് പറ്റുകൊണ്ട്. എന്ത് കുഴപ്പമുള്ളത്? അയ്യാമുൽ ബീദിൻ്റെ 3 ദിവസത്തെ നോമ്പ് സുന്നത്തുണ്ടല്ലോ. മാത്രമല്ല തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കുക പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അതോടൊപ്പം നിങ്ങൾ സുന്നത്ത് നോമ്പെടുത്തോളി. അതോടൊപ്പം നിങ്ങൾ നിയ്യത്ത് വെച്ചാൽ മതി, തിങ്കളാഴ്ചൻ്റെ സുന്നത്ത് നോമ്പും ഷഅബാൻ 14 സുന്നത്ത് നോമ്പും നിയ്യത്ത് വെച്ചോളും, കുഴപ്പമില്ല. അങ്ങനെ നിയ്യത്ത് വെച്ച് ചെയ്യാം, നോമ്പെടുക്കാം, കുഴപ്പമില്ല. ചൊവ്വാഴ്ച ഷഅബാൻ 15 സുന്നത്ത് നോമ്പിന് എടുക്കുന്നു കാര്യം. അതോടൊപ്പം ഖളാ ആയിപ്പോയ വല്ല നോമ്പുണ്ടെങ്കിൽ, റമദാൻ ഖളാ ആയ നോമ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതും അതോടൊപ്പം നിയ്യത്ത് വെച്ച് നോമ്പെടുക്കാം, കുഴപ്പമില്ല. ഇതാണ് പറയാനുള്ളത്. ഇനി സഹോദരിമാർക്കൊരു സംശയമുണ്ട്, ബറാഅത്ത് രാവിലെ ഉസ്താദെ യാസീനല്ലേ ഓതേണ്ടത്, ഖുർആനല്ലേ, പക്ഷെ ഞങ്ങൾക്ക് മെൻസസ് ആയിരിക്കുമ്പോൾ ഓതാൻ പറ്റാതിരിക്കുക, ഞങ്ങൾ എന്താ ചെയ്യുക? ഇത്രയും നല്ല മഹത്തായ രാത്രി കിട്ടിയിട്ട് എന്താ ചെയ്യുക എന്ന് ആരും ടെൻഷൻ അടിക്കണ്ട. അവർ ചൊല്ലേണ്ടത്, പ്രത്യേകമായി ചൊല്ലേണ്ടത്, നമുക്കറിയാം ബറാഅത്ത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ 3 യാസീൻ, അതോടൊപ്പം തന്നെ സൂറത്തു ദുഹാൻ ഒരു പ്രാവശ്യം മുതൽ പ്രത്യേകം സുന്നത്ത്, എല്ലാ രാത്രിയും മുതൽ സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് ബറാഅത്ത് രാവിലെ അത് ഓതൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്, ആരും മറക്കരുത്, മുമ്പ് പറയാൻ വിട്ടുപോയതാണ്. അതോടൊപ്പം നാം ചൊല്ലേണ്ടത് ഈ ദിക്ർ, ഏതാ ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നിങ്ങനെ 100 പ്രാവശ്യം ചൊല്ലുക. പുരുഷന്മാർ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ ചെല്ലണം. ഇനി പള്ളിയിൽ ഉസ്താദ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റായി ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ സഹോദരിമാർ അശുദ്ധിയുള്ള സമയത്ത് അശുദ്ധിയുള്ള സഹോദരിമാർ ചെല്ലേണ്ടത് ഒന്നാമത്തെ ദിക്ർ ഇതാണ്. ഏതാ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഇതിങ്ങനെ ചൊല്ലുക. പരമാവധി ചൊല്ലാൻ പറ്റാത്ത ചൊല്ലിക്കോ, ചുരുങ്ങിയ 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അതേപോലെ അറിയുന്ന സലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഒരുപാട് സലാത്തുകളുണ്ടല്ലോ, സലാത്ത് വർദ്ധിപ്പിക്കുക. അതോടൊപ്പം ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്റും 100 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ചൊല്ലുക. കൂടുതൽ എത്രയും ചൊല്ലാൻ കുഴപ്പമില്ല. അതോടൊപ്പം നാം ചൊല്ലേണ്ടത് പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ. മഹത്തുക്കളായ പണ്ഡിതന്മാർ, മഹാന്മാർ, ഉലമാക്കൾ, മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ മുഴുവനും എത്രത്തോളം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വരെ സ്ഥിരമായി ചൊല്ലിയ ഒരു ഇസ്തിഗ്ഫാർ, ആ ഇസ്തിഗ്ഫാറാണ് പറഞ്ഞിരുന്നത്. ഈ ഇസ്തിഗ്ഫാറിൻ്റെ അശുദ്ധിയുള്ള സഹോദരിമാരും ചൊല്ലാൻ പറ്റാത്ത ഖുർആൻ ഓതാൻ പറ്റാത്ത സഹോദരിമാരും അതുപോലെ തന്നെ എല്ലാ ആളുകളും, എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകളും ചൊല്ലേണ്ട ഒരു ഇസ്തിഗ്ഫാർ, പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാറാണ്. ഒരുപാട് മഹത്വം നിറഞ്ഞ ഇസ്തിഗ്ഫാർ. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റിയ, പെട്ടെന്ന് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ, നമ്മുടെ പാപങ്ങളൊക്കെ ശുദ്ധിയാക്കി അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഒരു ഇസ്തിഗ്ഫാറാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ, ആരും പാഴാക്കരുത്, എപ്പോഴും ചൊല്ലാം. പ്രത്യേകിച്ച് ഈ രാവിൽ അഥവാ ഇന്നും നാളെയും നാം ധാരാളമായി കഴിവിൻ്റെ പരമാവധി ചൊല്ലണം. പ്രിയപ്പെട്ടവരെ, നമ്മളിലേക്ക് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയണം. നല്ല അമലുകളായിട്ട്, നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുവിലേക്ക് വെളുത്ത അമലുകളായിട്ട് അടുപ്പിക്കാൻ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ഇസ്തിഗ്ഫാറാണ് ഈ ഇസ്തിഗ്ഫാർ. ആരും പാഴാക്കരുത്. കഴിവിൻ്റെ പരമാവധി ചൊല്ലാൻ പറ്റാതെ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മിലേക്ക് അടുക്കും, നമ്മൾ അള്ളാഹുവിലേക്കും അടുക്കാൻ നമുക്ക് കഴിയും. മാത്രമല്ല നമ്മുടെ ദുആക്ക് അല്ലാഹു തആല പെട്ടെന്ന് ഇജാബത്ത് നൽകും. ഏതാണ് ആ ഇസ്തിഗ്ഫാർ? ഇസ്തിഗ്ഫാർ ഞാൻ പറഞ്ഞു തരാം. ഇസ്തിഗ്ഫാർ ഇതാണ്: അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക ഇന്നക അൻതത് തവ്വാബുർ റഹീം.
അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇതാണ് ഇസ്തിഗ്ഫാർ. മുൻകഴിഞ്ഞു പോയ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരടക്കം ധാരാളമായി ചൊല്ലിയ ഇസ്തിഗ്ഫാറാണ്. ആരും പാഴാക്കരുത്. കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ ഇത് മുറുകെ പിടിച്ച് കൊണ്ടു നടക്കുക. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും. പരിശുദ്ധമായ റമദാൻ ശരീഫാണ് കടന്നു വരുന്നത്. അതിന് മുന്നേ നാം എല്ലാ ആളുകളും ശുദ്ധിയാവണം. നമുക്ക് നനച്ചൂളി നടത്തിയ ആളുകളാണ്. നനച്ചൂളി എന്ന് പറയുമ്പോൾ നമ്മുടെ വീടും പരിസരവും മാത്രം വൃത്തിയാക്കലല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. വീടും പരിസരവും മാത്രം വൃത്തിയാക്കലല്ല, അതോടൊപ്പം നാം സ്വയം ഒന്ന് ശുദ്ധിയാവേണ്ടതുണ്ട്, വൃത്തിയാവേണ്ടതുണ്ട്. അപ്പോഴാണ് നനച്ചുകൂളി ശരിയാവുക. അതുകൊണ്ട് തന്നെ നനച്ചുകൂളിയൊക്കെ കഴിഞ്ഞ ആളുകൾ, റമദാനിനെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് റമദാൻ ഷരീഫിനെ കാത്തിരുന്ന് അതിനെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ അതിനെ വരവേറ്റ് അതിലേക്ക് എത്തിപ്പെട്ട ആളുകളെക്കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവരുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞത്, ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ, അവൻ്റെ ശരീരം നരകത്തിൽ കടക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ ശരീഫ് അടുക്കാൻ പോവുകയാണ്. നാം എല്ലാ ആളുകളും ഈ ഇസ്തിഗ്ഫാർ, ഞാൻ പറഞ്ഞ ഇസ്തിഗ്ഫാറും എല്ലാ നല്ല കാര്യങ്ങളും ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു തആല പുറത്ത് മാപ്പാക്കി നമ്മളെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വരുന്ന ബറാഅത്ത് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതെല്ലാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കട്ടെ. നാം ഓതുന്ന സൂറത്ത് യാസീൻ, നാം ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ, നാം ഓതുന്ന സൂറത്തു ദുഹാൻ എല്ലാം അള്ളാഹു കുറ്റമറ്റ രീതിയിൽ നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഇജാബത്തുള്ള ദിവസമായി അള്ളാഹു നമ്മിൽ സ്വീകരിക്കട്ടെ. രാത്രി ആരും പാഴാക്കരുത്, എല്ലാ ആളുകളും മുതലാക്കണം. പ്രത്യേകമായി നിങ്ങളോട് വസിയത്ത് ചെയ്യാനുള്ള എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാ ആളുകളും ദുആ ചെയ്യണം. നാളെ ഞാനും എൻ്റെ മജ്ലിസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നമ്മുടെയൊക്കെ ദുആ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായി നാളത്തെ ദിവസം ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ്സും പറഞ്ഞിരുന്ന അമലുകളും അള്ളാഹു തആല പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കട്ടെ. ഇവിടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ദൂരീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല റാഹത്തിലാക്കി തരട്ടെ. അതുപോലെ പ്രിയപ്പെട്ടവരെ, നാളത്തെ രാത്രി നമ്മുടെ ഈ ക്ലാസ്സിൽ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ, അതുപോലെ നമ്മുടെ ഈ ചാനലിൽ പങ്കെടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യണം. ആരും മടി കാണിക്കരുത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കട്ടെ. ബിഹഖി നബിയിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.